ഹലോ എവരിവൺ, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള PSC ലേറ്റസ്റ്റ് ആയിട്ട് നോട്ടിഫൈ ചെയ്ത പോളിടെക്നിക് ലെക്ചർ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തസ്തികയെ പറ്റിയാണ്. ഈ തസ്തികയുടെ കാറ്റഗറി നമ്പർ 65/2021. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് നിയമനം. സ്കെയിൽ ഓഫ് പേ 15,600 രൂപ മുതൽ 39,100 രൂപ വരെയാണ്. റിപ്പോർട്ട് ചെയ്ത വേക്കൻസി 2 വേക്കൻസിയാണ്. പക്ഷേ ഇതൊരു 40 വേക്കൻസി വരെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 5/5/2021. 2021 മെയ് 5-ാം തീയതിയാണ് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ടൈം അപ്പോയിൻമെൻറ്റ് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ 295/2012 ആണ്. 2012 ജൂണിലാണ് എക്സാം നോട്ടിഫൈ ചെയ്തത്. 2566 ആപ്ലിക്കേഷൻസാണ് ഉണ്ടായിരുന്നത്. OMR എക്സാം നടന്നത് 2014 ജനുവരിയിലാണ്. കട്ട് ഓഫ് മാർക്ക് 38.33 മാർക്കായിരുന്നു. ലാസ്റ്റ് ടൈം എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് 38.33 മാർക്കായിരുന്നു. മാക്സിമം സ്കോർ ചെയ്ത മാർക്ക് 60 മാർക്കാണ്. ലിസ്റ്റ് നിലവിൽ വന്നത് 2016 ഡിസംബർ 30-ാം തീയതിയാണ്. ആ ലിസ്റ്റിൽ നിന്ന് നിലവിൽ 110 അഡ്വൈസ് പോയിട്ടുണ്ട്. മെത്തേഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് 20 വയസ്സ് മുതൽ 39 വയസ്സ് വരെയാണ്. അപ്ലൈ ചെയ്യാനുള്ള ബേസിക് ക്വാളിഫിക്കേഷൻ ഫസ്റ്റ് ക്ലാസ് ബാച്ചിലർ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഫസ്റ്റ് ക്ലാസ് BTech ആണ് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ. ഇനി ഈ എക്സാമിൻ്റെ സിലബസ്, നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സിലബസിൽ വരുന്ന സബ്ജക്റ്റുകൾ: ഒന്ന്, ടെക്നിക്കൽ മാത്തമാറ്റിക്സ്. ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്കുകൾ മെട്രിസസ്, ഡിറ്റർമിനൻസ്, ബൈനോമിയൽ സീരീസ്, ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ, കോർഡിനേറ്റ് ജോമെട്രി, ഡിഫറൻഷിയേഷൻ, ഇൻ്റഗ്രേഷൻ ഓഫ് ഫംഗ്ഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രേഷൻ. ഇത്രയും ടോപ്പിക്കുകൾ ഈ എക്സാമിന് വേണ്ടി ടെക്നിക്കൽ മാത്തമാറ്റിക്സിൽ നിന്ന് പഠിക്കാനുണ്ട്. ഇനി നെക്സ്റ്റ് സബ്ജക്റ്റ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗ്. ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ്, ലെവലിംഗ്. ഇത്രയും ടോപ്പിക്കുകളാണ് ബേസിക് സിവിൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് ഇമ്പോർട്ടൻസ് ഓഫ് IC എഞ്ചിൻ, 2 സ്ട്രോക്ക് എഞ്ചിൻ, 4 സ്ട്രോക്ക് എഞ്ചിൻ, IC എഞ്ചിൻ്റെ കമ്പോണൻസ്, വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇമ്പോർട്ടൻസ് ഓഫ് പവർ പ്ലാന്റ്, പവർ പ്ലാന്റിൻ്റെ ക്ലാസിഫിക്കേഷൻ, വർക്കിംഗ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ടോപ്പിക്കിൽ വരുന്നത്. ഇത്രയുമാണ് ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ളത്. അടുത്തത് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിലെ ടോപ്പിക്കുകളാണ്. ബേസിക് ഇലക്ട്രിക്കൽ സർക്യൂട്ട്, സർക്യൂട്ട് പാരാമീറ്റേഴ്സ്, ഇലക്ട്രിക്കൽ സർക്യൂട്ട് ഓഫ് ആൻ ഇൻസ്റ്റലേഷൻ. ഇത്രയും ടോപ്പിക്കുകളാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. അടുത്ത സബ്ജക്റ്റ് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൻ്റെ ബേസിക്സ് ആണ്. സ്വിച്ചസ്, മൈക്രോ കൺട്രോളേഴ്സ്, മൊബൈൽ ടെക്നോളജി, ഇൻവെർട്ടർ ആൻഡ് UPS, വേസ്റ്റ്. ഇത്രയും ടോപ്പിക്കുകളാണ് ബേസിക് ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ളത്. സബ്ജക്റ്റിൽ നെക്സ്റ്റ് വരുന്നത് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്, നമ്മൾ പഠിച്ച സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് വേജ് പേയ്മെൻറ്റ് സിസ്റ്റം, ക്വാളിറ്റി പ്ലാനിങ് ആൻഡ് ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്, TQM പോലെയുള്ള കൺസെപ്റ്റുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും, പ്രൊജക്റ്റ് മാനേജ്മെൻറ്റ് ടെക്നിക്സ്, CPM, PERT പോലെയുള്ള കൺസെപ്റ്റ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ്, ലീനിയർ പ്രോഗ്രാമിങ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ്, അതുപോലെയുള്ള കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസും നമുക്ക് പഠിക്കാനുണ്ട്. മെറ്റീരിയൽ സെയിൽസ് ആൻഡ് മാനേജ്മെൻറ്റ്, ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, സ്റ്റോർ മാനേജ്മെൻറ്റ്, അതുപോലെയുള്ള കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് സിലബസിൽ വരുന്ന സബ്ജക്റ്റ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ്. ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ മെത്തേഡ് സ്റ്റഡി, ഇൻസ്പെക്ഷൻ ആൻഡ് ക്വാളിറ്റി കൺട്രോൾ, ഫണ്ടമെൻ്റൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ്, പ്രൊജക്റ്റ് അനാലിസിസ്. ഇത്രയും ടോപ്പിക്കുകൾ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സിലബസിലെ അടുത്ത സബ്ജക്റ്റ് മെറ്റീരിയൽ സയൻസ്. മെറ്റീരിയൽ സയൻസിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ: ഒന്ന്, മെറ്റൽസ് ആൻഡ് അലോയ്സ്, മെറ്റൽസിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ, ഡിഫറെൻറ്റ് മെറ്റൽസിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സുകൾ,
അലോയ്സിൻ്റെ പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനുണ്ട്. പിന്നെ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സ്, അയൺ കാർബൺ ഡയഗ്രാം, TTT ഡയഗ്രാം, ഡിഫറെൻറ്റ് ഹീറ്റ് ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സുകൾ തുടങ്ങിയവ ഇവിടെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ വരുന്നത് പ്രോപ്പർട്ടീസ്, ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസിൻ്റെ ടെസ്റ്റിങ്ങും ഇൻസ്പെക്ഷനും. ഇത്രയും ടോപ്പിക്കുകളാണ് മെറ്റീരിയൽ സയൻസിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സബ്ജക്റ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ പഠിക്കാനുള്ള ടോപ്പിക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഗേജസ് ആൻഡ് കമ്പാരറ്റേഴ്സ്. ഡിഫറെൻറ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൻ്റെ, ഗേജസിൻ്റെ, കമ്പാരറ്റേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പിന്നെ വരുന്നത് വെൽഡിംഗ്, സോൾഡറിങ് ആൻഡ് ബ്രേസിംഗ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡിംഗ് ഡിഫക്റ്റുകൾ, സോൾഡറിങ്, ബ്രേസിംഗ്, ഇത്രയും കാര്യങ്ങൾ ഈ ടോപ്പിക്കിൽ വരുന്നതാണ്. മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നെക്സ്റ്റ് വരുന്നത് ഫൗണ്ടറി ടൂൾസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മൗൾഡിംഗ് സാൻഡ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാറ്റേൺ അലവൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ടോപ്പിക്കിലാണ്. നെക്സ്റ്റ് വരുന്നതാണ് ബെഞ്ച് വർക്ക് ആൻഡ് ഫിറ്റിംഗ് ഓപ്പറേഷൻസ്, ഡിഫറെൻറ്റ് ടൂൾസ് തുടങ്ങിയ കാര്യങ്ങൾ ഇവിടെ വരുന്നതാണ്. ഇത്രയും ടോപ്പിക്കുകളാണ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് സബ്ജക്റ്റ് മെഷീൻ ടൂൾസ് ആണ്. മെഷീൻ ടൂൾസിൽ നമുക്ക് പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് മെഷീനറീസ്, ടൂൾസ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ടോപ്പിക്കുകൾ മെറ്റൽ കട്ടിംഗ്, ലെയ്ത്ത് ആൻഡ് ലെയ്ത്ത് വർക്ക്, ഡ്രില്ലിംഗ് മെഷീൻ, ഷേപ്പിംഗ് മെഷീൻ, സ്ലോട്ടിംഗ് മെഷീൻ, പ്ലാനിംഗ് മെഷീൻ, മില്ലിംഗ് മെഷീൻ, ബ്രോച്ചിങ് മെഷീൻ, ഗിയർ മാനുഫാക്ചറർ, ജിഗ്സ് ആൻഡ് ഫിക്സ്ചേഴ്സ്, ഗ്രൈൻഡിംഗ്, ക്യാപ്സ്റ്റൺ ആൻഡ് ടററ്റ് ലെയ്ത്ത്, ഓട്ടോമാറ്റിക് ആൻഡ് കോപ്പിയിങ് മെഷീൻ, FMS ഫ്ലെക്സിബിൾ മാനുഫാക്ചറിംഗ് സിസ്റ്റം, റോബോട്ട് ആൻഡ് റോബോട്ടിക്സ്, കമ്പ്യൂട്ടർ ന്യൂമറിക്കൽ കൺട്രോൾ, CNC. ഇത്രയും ടോപ്പിക്കുകളാണ് മെഷീൻ ടൂൾസിൽ നമുക്ക് പഠിക്കാനുള്ളത്. സിലബസിൽ നെക്സ്റ്റ് വരുന്നത് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ഫ്ലൂയിഡ് മെഷീൻസ് ആണ്. ഇതിൽ ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഒന്ന് ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസ്, ഡെൻസിറ്റി, സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് വോളിയം, അതുപോലെയുള്ള ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും. പിന്നെ വരുന്നത് ഫ്ലൂയിഡ് പ്രഷർ ആൻഡ് ഇറ്റ്സ് മെഷർമെൻറ്റ്സ്, ഫ്ലൂയിഡിൻ്റെ പ്രഷറും അതിൻ്റെ മെഷർമെൻറ്റ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ കൈനമാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, ടൈപ്പ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ, എനർജി പൊസസ്ഡ് ബൈ എ ഫ്ലോയിങ് ഫ്ലൂയിഡ്, ബെർണോളിസ് തിയറം, അപ്ലിക്കേഷൻസ് ഓഫ് ബെർണോളിസ് തിയറം തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിലെ അടുത്ത ടോപ്പിക്ക് ഫ്ലോ ത്രൂ ഓറിഫൈസസ്, നോച്ചസ്, പൈപ്സ് ആൻഡ് നോസിൽസ്, ഡിഫറെൻറ്റ് ഡിവൈസുകളിലൂടെയുള്ള ഫ്ലോ അനാലിസിസ്. നെക്സ്റ്റ് ഫ്ലൂയിഡ് പവർ. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, ഹൈഡ്രോളിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ എലമെൻറ്റ്സ് തുടങ്ങിയത്. നെക്സ്റ്റ് ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ കമ്പോണൻസ്, ന്യൂമാറ്റിക് സിസ്റ്റത്തിൻ്റെ കൺട്രോൾ എലമെൻറ്റ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഹൈഡ്രോളിക് മെഷീൻസ്. ഫ്ലൂയിഡ് മെഷീനറിയുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളാണ് ഇവിടെ വരുന്നത്. ഇമ്പാക്റ്റ് ഓഫ് ജെറ്റ്സ്, ഇമ്പൾസ് ടർബൈൻ, റിയാക്ഷൻ ടർബൈൻ, സെൻട്രിഫ്യൂഗൽ പമ്പ്, റെസിപ്രോക്കേറ്റിംഗ് പമ്പ് തുടങ്ങിയ ഫ്ലൂയിഡ് മെഷീനറീസും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് വരുന്നത് അപ്ലൈഡ് മെക്കാനിക്സ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ, ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ്. ഇതിൽ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കുകൾ ഡയറക്റ്റ് സ്ട്രെസ്സസ് ആൻഡ് സ്ട്രെയിൻ. ഇതിൽ ടൈപ്പ് ഓഫ് സ്ട്രെസ്, ടൈപ്പ് ഓഫ് സ്ട്രെയിൻ, സ്ട്രെസ് സ്ട്രെയിൻ ഡയഗ്രാം ഓഫ് ഡക്റ്റൈൽ ആൻഡ് ബ്രിട്ടിൽ മെറ്റീരിയൽസ്, ഹൂക്സ് ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നത്. പിന്നെ ഷിയർ സ്ട്രെസ്, ഷിയർ സ്ട്രെയിൻ, തെർമൽ സ്ട്രെസ് ആൻഡ് തെർമൽ സ്ട്രെയിൻ, ട്രസ് അനാലിസിസ്, ഫ്രിക്ഷൻ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് സെക്ഷൻസ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഓഫ് സെക്ഷൻസ്, റിവറ്റഡ് ജോയിൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്സിൻ്റെ ഫെയിലിയർ തുടങ്ങിയ കാര്യങ്ങൾ, വെൽഡഡ് ജോയിൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വെൽഡഡ് ജോയിൻറ്റ്സിൻ്റെ ഫെയിലിയർ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ തിൻ സിലിണ്ടർ, ടോർഷൻ ഓഫ് സർക്കുലർ ഷാഫ്റ്റ്, സ്പ്രിങ്സ്, കോളം ആൻഡ് സ്റ്റഡ്സ്. നെക്സ്റ്റ് വരുന്ന ടോപ്പിക്ക് ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബീംസിൻ്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം, ഡിഫ്ലക്ഷൻ ഓഫ് ബീംസ് തുടങ്ങിയ ടോപ്പിക്കുകൾ അപ്ലൈഡ് മെക്കാനിക്സ് ആൻഡ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിൽ വരുന്നതാണ്. സിലബസിൽ നെക്സ്റ്റ് വരുന്ന സബ്ജക്റ്റ് മെഷീൻ ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സ്. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്ക് ഒന്ന് സ്ക്രൂ ത്രെഡ്സിൻ്റെ ടെർമിനോളജി, ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് സ്ക്രൂ ത്രെഡ്സ് തുടങ്ങിയ കാര്യങ്ങൾ.
പിന്നെ വെൽഡഡ് ജോയിൻ്റ് ആൻഡ് പൈപ്പിംഗ് ലേഔട്ട്, പൈപ്പ് ഫിറ്റിങ്സ്, പൈപ്പ് ജോയിൻസ് തുടങ്ങിയ കാര്യങ്ങൾ, ലിമിറ്റ് ഫിറ്റ്സ് ആൻഡ് ടോളറൻസ്, സർഫസ് റഫ്നെസ്, ജനറൽ ഡിസൈൻ കൺസിഡറേഷൻസ്, ബോൾട്ട് നട്ട് ആൻഡ് കീസിൻ്റെയൊക്കെ ഡിസൈൻ കൺസിഡറേഷൻ, ഷാഫ്റ്റ്, സ്ട്രെങ്ത് ഓഫ് ഷാഫ്റ്റ്, ഡിസൈൻ ഓഫ് ഷാഫ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ, കപ്ലിംഗ്, ബെയറിങ്ങിൻ്റെ ഫങ്ഷൻസ്, ക്ലാസിഫിക്കേഷൻസ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബിയറിങ്സ്, ക്യാംസ് ആൻഡ് ഫോളോവേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ വരുന്നത് ഗവർണേഴ്സ് ആൻഡ് ഫ്ലൈ വീൽസ്, ബെൽറ്റ് ഡ്രൈവുകൾ, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ഗിയേഴ്സ് ആൻഡ് ഗിയർ ട്രെയിൻസ്, സിമ്പിൾ ഗിയർ ഡ്രൈവ്, വെലോസിറ്റി റേഷ്യോ, ഗിയർ ട്രെയിൻസ് തുടങ്ങിയ കാര്യങ്ങൾ. ഇത്രയും ടോപ്പിക്കുകളാണ് നമുക്ക് മെഷീൻ ഡ്രോയിങ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എലിമെൻറ്റ്സിൽ പഠിക്കാനുള്ളത്. അടുത്ത സബ്ജക്റ്റ് തെർമൽ എഞ്ചിനീയറിംഗ് ആണ്. തെർമൽ എഞ്ചിനീയറിംഗിൽ പഠിക്കാനുള്ള ടോപ്പിക്കുകൾ: ഒന്ന്, എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, കാർനോട്ട് സൈക്കിൾ, ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ, ഡ്യുവൽ സൈക്കിൾ, അതുപോലെയുള്ള എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ്, അതിൻ്റെ എഫിഷ്യൻസി തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ ഫ്യൂവൽ ആൻഡ് കമ്പഷൻ, ഡിഫറെൻറ്റ് ഫ്യൂവൽസിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ കമ്പഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് ടെസ്റ്റിംഗ് ഓഫ് IC എഞ്ചിൻ, IC എഞ്ചിൻ്റെ പെർഫോമൻസ് ടെസ്റ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ, കണ്ടക്ഷൻ, കൺവെക്ഷൻ, റേഡിയേഷൻ, അതുപോലെയുള്ള ഹീറ്റ് ട്രാൻസ്ഫർ മോഡുകളും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുമാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ വരുന്നത് ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സ് ആണ്. ഹീറ്റ് എക്സ്ചേഞ്ചേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓവറോൾ ഹീറ്റ് ട്രാൻസ്ഫർ കോഎഫിഷ്യൻ്റ്, LMTD, അതുപോലെയുള്ള കൺസെപ്റ്റുകളാണ് ഇവിടെ വരുന്നത്. നെക്സ്റ്റ് എയർ കംപ്രസേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, ക്ലാസിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങൾ. പിന്നെ വരുന്ന ടോപ്പിക്കാണ് ഡിഫറെൻറ്റ് IC എഞ്ചിൻ സിസ്റ്റംസ്, ഫ്യൂവൽ സിസ്റ്റം, കൂളിംഗ് സിസ്റ്റം, ഇഗ്നീഷൻ സിസ്റ്റം, അതുപോലെയുള്ള IC എഞ്ചിൻസിലെ ഡിഫറെൻറ്റ് സിസ്റ്റംസിനെ പറ്റിയിട്ടാണ് ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് തെർമൽ എഞ്ചിനീയറിംഗിൽ വരുന്ന അടുത്ത ടോപ്പിക്ക് റെഫ്രിജറേഷൻ ആണ്. റെഫ്രിജറേഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് പ്രിൻസിപ്പിൾസ് ഓഫ് റെഫ്രിജറേഷൻ, പിന്നെ വേപ്പർ കമ്പഷൻ റെഫ്രിജറേഷൻ സിസ്റ്റം, റെഫ്രിജറേഷൻ എക്യുപ്മെൻറ്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റെഫ്രിജറൻസ് തുടങ്ങിയ കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് സൈക്കോമെട്രി ആണ്. സൈക്കോമെട്രിയിൽ പഠിക്കാനുള്ളത് ഡിഫറെൻറ്റ് സൈക്കോമെട്രിക് ടേംസിൻ്റെ ഡെഫിനിഷൻ, ഡിഫറെൻറ്റ് സൈക്കോമെട്രിക് പ്രോസസ്സുകൾ. പിന്നെ വരുന്നത് എയർ കണ്ടീഷനിങ് ആണ്. എയർ കണ്ടീഷനിങ്ങിൽ നമുക്ക് പഠിക്കാനുള്ളത് എയർ കണ്ടീഷനിങ്ങിൻ്റെ ബേസിക്സും പിന്നെ ഡിഫറെൻറ്റ് എയർ കണ്ടീഷനിങ് സിസ്റ്റംസും. ഇത്രയും ടോപ്പിക്കുകളാണ് ഈ ഒരു ലെക്ചർ എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 40ഓളം വേക്കൻസികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ എക്സാം പ്രിപ്പറേഷന് ഹെൽപ്പ് ചെയ്യുന്ന ഗൈഡൻസ് വീഡിയോസും ക്ലാസ്സുകളും നമ്മൾ ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു.